ഡബ്ല്യു ഈക്വൽ ടു സെഡ് സ്ക്വയറിലെ പ്രോബ്ലംസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു ട്രയാങ്കിൾ റീജിയൻ ഓൾറെഡി നമ്മൾ രണ്ട് ടൈപ്പ് പറഞ്ഞു. ഒരു റെക്റ്റാങ്കിളിനെ മാറ്റി വരയ്ക്കുന്നതും അതുപോലെ തന്നെ ട്രയാങ്കിളിനെ മാറ്റി വരയ്ക്കുന്നതും. ഇവിടെയും പറയുന്നത് ഒരു ട്രയാങ്കുലർ റീജിയൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു എക്സ്. ആ മൂന്ന് സ്ട്രേറ്റ് ലൈനല്ലേ. എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സ്ട്രേറ്റ് ലൈനാണ്, വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സ്ട്രേറ്റ് ലൈനാണ്. എക്സ് ഈക്വൽ ടു വൈ അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് വൈൻ്റെ എക്സിൻ്റെ ഡിഗ്രി 1 ആണ്, അതും സ്ട്രേറ്റ് ലൈനാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡബ്ല്യു ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണെങ്കിൽ in the transformation w equal to z square we get u equal to x square minus y square and v equal to 2xy. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം നമ്മൾ പറയേണ്ട രണ്ട് പ്രോബ്ലത്തിലും ഡിസ്കസ് ചെയ്താണ്. പുട്ട് എക്സ് ഈക്വൽ ടു 1 we get v square equal to -4 into u minus 1 which is a left handed parabola with vertex 1 0, which is a left handed vertex with vertex 1 0 and y equal to 0. y 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ u equal to x square എന്നും v equal to 0 എന്നും കിട്ടും. y equal to 0 കൊടുത്തു കഴിഞ്ഞാൽ u equal to x square and v equal to 0. v ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് മാത്രമേ വരുന്നുള്ളൂ? u ആക്സിസ് മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു സ്ട്രേറ്റ് ലൈൻ u എന്ന് പറഞ്ഞ ആക്സിസിൻ്റെ ആ സ്ട്രേറ്റ് ലൈൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ എക്സ് സ്ക്വയർ ആണ്. സ്ക്വയർ എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് വരില്ല? നെഗറ്റീവ് വരില്ല. അപ്പോൾ പോസിറ്റീവ് യു ആക്സിസ് അല്ലെങ്കിൽ യു ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിനാണ് നമ്മൾ റിയൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് റിയൽ ആക്സിസ് അല്ലെങ്കിൽ പോസിറ്റീവ് യു ആക്സിസ്. ദെൻ വൈ ഈക്വൽ ടു എക്സ് കൊടുക്കുമ്പോൾ അവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ വൈയും എക്സും സെയിം ആണെങ്കിൽ യു ഈക്വൽ ടു 0 എന്ന് കിട്ടും, വി ഈക്വൽ ടു 2x സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നേരെ തിരിച്ചാണ്. ഇവിടെ u 0 ആണ്. u 0 ആകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ വി ആക്സിസ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ വി ആക്സിൽ 2x സ്ക്വയർ ആണ്. 2ഉം പോസിറ്റീവാണ്, എക്സ് സ്ക്വയറും പോസിറ്റീവാണ്. 2x സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് വി ആക്സിസ് ആണ് കിട്ടുക. പോസിറ്റീവ് വി ആക്സിസ് ആണ് കിട്ടുക. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് പ്രോബ്ലത്തിലും പറഞ്ഞത് തന്നെയാണ്. വെർട്ടെക്സ് എടുത്ത് എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ട പോയിൻ്റ് യുവിൻ്റെ പോയിൻ്റാണ്. യു മൈനസ് അത് വി സ്ക്വയർ ആണെങ്കിലും യു സ്ക്വയർ ആണെങ്കിലും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് യു സ്ക്വയർ ഈക്വൽ ടു -2 ഇൻറ്റു വി മൈനസ് 1/2 എന്നൊരു പ്രോബ്ലം വന്നിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ വെർട്ടെക്സ് 1/2, 0 എന്നാണ് എടുത്തത്. പക്ഷെ അങ്ങനെയല്ല, എപ്പോഴും യുവിൽ നിന്ന് എന്താണോ മൈനസ് ചെയ്യണത് അതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കറക്റ്റാണ്. യുവിൽ നിന്ന് 1 ആണ് മൈനസ് ചെയ്യണത്, ദെൻ വിയിൽ നിന്നൊന്നും മൈനസ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ 1 0 തന്നെയാണ് എടുക്കേണ്ടത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അപ്പോൾ 0, 1/2 നമ്മൾ 1/2 0 എന്ന് എടുത്തത്. അതിന് പകരം 0, 1/2 എന്നാണ് എടുക്കേണ്ടി വരിക. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക കഴിഞ്ഞ പ്രോബ്ലത്തിൽ. ഓക്കെ, താങ്ക്സ്.